ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവു ഒരു തരത്തിൽ പേടിച്ചാണെങ്കിലും വർഷയുടെ വീട്ടിൽ കയറിപ്പറ്റി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ വർഷയുടെ അമ്മയ്ക്കില്ലാത്ത സംശയങ്ങളൊന്നുമില്ല. പിന്നെ ഒരു തരത്തിൽ വിളിച്ചുകൊണ്ട് നമ്മുടെ ദേവുവിനെയും കൂട്ടി വർഷ റൂമിലേക്ക് പോന്നിട്ട് അവിടെ ചെന്നിട്ട് ഇനി എന്താ പ്ലാൻ, എങ്ങനെയാണ് കല്യാണം നടത്തുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വർഷ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വന്നതാണെന്നുള്ള രീതിയിൽ നീ എൻ്റെ അച്ഛനോടും അമ്മയോടും പറയാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ നിന്റെ കല്യാണത്തിന് വരികയാണെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞ് വർഷം ഇങ്ങനെ ദേവുമായിട്ട് സംസാരിക്കും. അപ്പോൾ ദേവു പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി കല്യാണം വിളിക്കാനായിട്ട് അവളുടെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് എനിക്ക് തന്നിരുന്നു. അത് ഞാൻ ഇവരെ കാണിച്ചാൽ അവർ കുറച്ചുകൂടി വിശ്വസിക്കില്ലെന്ന് ചോദിച്ചു. അതെ അവർ വിശ്വസിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവുവിനോട് വർഷ പറയാം, നീ കാർഡിങ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ദേവു ആ കാർഡ് എടുത്ത് കാണിച്ചപ്പോൾ അതിനകത്ത് പേര് വേറെയാണ്. നീ അമ്മയുടെ അച്ഛനോടും പേര് പറഞ്ഞായിരുന്നോ എന്ന് വർഷ ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് പെണ്ണിൻ്റെ പേര് രജിത എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം നീ നിന്റെ പേര് രജിത എന്നാണെന്ന് പറയണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കല്യാണം എവിടെ വെച്ചാ, ഏത് സമയത്താ, എങ്ങനെയാ എന്നൊക്കെ നമ്മുടെ ദേവ് ചോദിച്ചപ്പോൾ അതൊക്കെ ശ്രീകാന്ത് നിന്നോട് കൃത്യമായിട്ട് പറയും. പിന്നെ സഹായത്തിന് എൻ്റെയും അവൻ്റെയും ഒക്കെ ഫ്രണ്ട്സ് കാണും അവിടെ, നമ്മളെ സഹായിക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ ആ കാര്യമൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാവുക. എന്നിട്ട് നീ അവരെ കല്യാണം വിളിച്ചിട്ട് ഇവിടുന്ന് പോ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രശ്നമാവുമോ വർഷയെന്ന് ചോദിച്ചപ്പം ഒരു പ്രശ്നം ഉണ്ടാവില്ല, ധൈര്യമായിട്ടിരിക്കുന്നു ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഈ കാർഡും പിടിച്ച് നമ്മുടെ വർഷ ഒരു പ്രതീക്ഷയുടെ ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് താഴെ മഹിമയും അതുപോലെ മധുസൂദനനും കൂടി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് അവർ രണ്ടുപേരും കൂടി ഇറങ്ങി വരുമ്പോൾ മഹിമ മധുസൂദനന് ചായയൊക്കെ കൊടുത്ത്, ചേട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് അങ്കിൾ ഞാൻ ഇറങ്ങട്ടെ, അപ്പോൾ ഇരിക്കും മോളെ, ചായ കുടിച്ചിട്ട് പോകാമല്ലോ എന്ന് പറയുമ്പോൾ, വേണ്ട അങ്കിൾ കുറച്ച് തിരക്കുണ്ട്, ഞാൻ വർഷേനെ വിവാഹത്തിന് ക്ഷണിക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ, വിവാഹമോ? നേരത്തെ ഞങ്ങളോട് എന്തുകൊണ്ടാണ് ഇക്കാര്യം പറയാതിരുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ദേവ് ഇങ്ങനെ നിൽക്കുക. ചോദിച്ചപ്പോൾ പരിങ്ങി കളിക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് അതെനിക്കൊരു സർപ്രൈസ് തരാനാ നിങ്ങളോട് പറയാതിരുന്നതെന്നൊക്കെ വർഷം ഇങ്ങനെ പറയാം. നീ ഭാഗ്യവതി ആടി, പ്രണയിച്ച ആളെ തന്നെ വിവാഹം കഴിക്കാൻ പോവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. നിന്റെ അച്ഛനമ്മമാര് നല്ല മനസ്സുള്ളവരാണെന്നും നിന്റെ ഇഷ്ടം നോക്കി എല്ലാം ചെയ്ത് തരുന്നുണ്ടല്ലോ എന്നൊക്കെ വർഷം ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ ആ കല്യാണക്കത്ത് ഇങ്ങ് തന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹിമ അന്നേരം ചോദിച്ചു. അന്നേരത്തേക്കും നമ്മുടെ ദേവു അതെടുത്ത് കയ്യിലേക്കും കൊടുത്തു. അപ്പോൾ എടുത്ത് കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ, നിന്റെ പേര് രജിത എന്നാണോ എന്ന് ചോദിച്ചപ്പം, അതെ എന്താ രജിത എന്നോ? അല്ല എന്താ സർട്ടിഫിക്കറ്റ് വല്ലതും കാണണോ എന്ന് നമ്മുടെ വർഷം അന്നേരം ചോദിച്ചു. അപ്പം അമ്മയോട് ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞു ദേവുവേ. പിന്നെ അല്ലാതെ എന്നെ കാണിക്കുന്നത്. അപ്പോൾ പയ്യൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം, ജോലിക്ക് പോകുകയാണ്. എന്ത് ജോലിയാണെന്നാ ചോദിച്ചത്. IT ആണല്ലോ. പറയൂ രജിത. അതെ, IT കമ്പനിയിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാട്ടോ. മൊത്തത്തിലൊരു പച്ചപ്പച്ചക്ക്. ആൻറ്റി ഞാനെന്നാ ഇറങ്ങാം, വർഷേ കല്യാണത്തിന് വിടണേ എന്ന് പറയുമ്പോൾ, ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ മഹിമ. ശരി അങ്കിൾ, ഇപ്പം ശരിയടി, ഓക്കേടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ ദേവു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ കല്യാണക്കത്തും പിടിച്ച് ഇങ്ങനെ നമ്മുടെ മഹിമ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് വർഷയും അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ മഹിമയുടെ കയ്യിൽ നിന്നും ഇങ്ങനെ ഈ ഫോട്ടോയും അതുപോലെ തന്നെ ഈ കല്യാണക്കത്തൊക്കെ മേടിച്ച് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ നോക്കി അത് വായിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ്. സച്ചി ഇങ്ങനെ അവിടെ വരുന്നു. ഫോൺ വിളിച്ചോണ്ടാ പറഞ്ഞ, ആണോ അവിടെ പോണോ ഇവിടെ പോണോ, അയ്യോ അപ്പോൾ ചാർജ് ഇങ്ങനെ ആവൂല അങ്ങനെ ആവൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. ഞാനിപ്പോൾ സച്ചിനെ കുറിച്ച് ആലോചിച്ചോളൂ, ഭക്ഷണം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ രേവതി വേണ്ട, എനിക്ക് ട്രിപ്പ് പോകണം, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരെ, അതൊന്നും പോരാ, പെട്ടെന്ന് ചെല്ലണമെന്ന് പറഞ്ഞു സച്ചി. ഇതെന്താ ഭക്ഷണം പോലും കഴിക്കാൻ സമയം കിട്ടാറില്ലേ, എന്നാൽ ശരി പോയിട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കുക. അതെ, വേറെ ട്രിപ്പൊന്നും ഏൽക്കണ്ടേ, വൈകുന്നേരം ഒന്ന് ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പം, ക്ഷേത്രത്തിൽ നമുക്ക് വേറെ ദിവസം പോകാമല്ലോ, ഞാൻ പോയിട്ട് വരാൻ 2 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. അയ്യോ 2 ദിവസമോ? അതെന്നെ ഒരു ദൂരയാത്രയാണ്, നല്ലൊരു എമൗണ്ട് കൈ കിട്ടും, പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി. അങ്ങനെ സച്ചി റെഡിയാകാൻ വേണ്ടി റൂമിലേക്ക് കയറി പോകുമ്പോൾ രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അപ്പോൾ സച്ചിയുടെ പുറകെ എന്നിട്ട് കയറി ചെന്നു. അതെന്തിനു 2 ദിവസമൊക്കെ? 2 മാസം എന്നൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത്, 2 ദിവസം എന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു. നീ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലേ എൻ്റെ ബാഗിലേക്ക് 2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് പാക്ക്, ഞാനിന്ന് പോയി മുഖം കഴുകിയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അകത്തേക്ക് പോകുമ്പോൾ രേവതി വിഷമിച്ച് നിൽക്കുക. അപ്പോൾ വിഷമിച്ച് നിൽക്കുന്ന രേവതിയെ കണ്ടപ്പം, വേഗം എടുത്തു വയ്ക്കും രേവതി എന്ന് പറഞ്ഞു സച്ചി. എന്നും പറഞ്ഞു രേവതി ഇങ്ങനെ എന്തോ മനസ്സ് വേറെ അങ്ങനെയൊക്കെ നിന്നിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സച്ചി ഇങ്ങനെ ഇറങ്ങി വന്നു. രേവതി ടവൽ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ രേവതി ടവൽ എടുത്ത് കൊടുക്കുന്നു. അങ്ങനെ ടവൽ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പം, നീ ഇതെന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കും, ഇതും കൂടെ അങ്ങ് എടുത്ത് വെക്കാൻ പറഞ്ഞു. ഇതോ
നനഞ്ഞ ടൗല് ബാഗിൽ വെച്ച ഡ്രസ്സിൻ്റെ കാര്യം എന്താകും? അപ്പോൾ ഞാൻ വേറെ എടുത്ത് തരാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രേവതി വേറെ എടുത്ത് കൊടുക്കുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കാം. അതേ 2 ദിവസം ഇവിടുന്ന് മാറി നിൽക്കണ്ടേ, ഇവിടെ ഓടിയാൽ പോരായിരുന്നോ എന്നൊക്കെ രേവതി ചോദിക്കും കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ സച്ചി നേരെ രേവതിയുടെ അടുത്തേക്ക് ചെന്നു. ദേ രേവതി, എത്ര കടം ഉണ്ടെന്ന് നിനക്ക് അറിയില്ലേ? എന്നിട്ടാണോ നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് തീർക്കണമെങ്കിലേ ഇതുപോലുള്ള ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ പോകണം. അതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും രേവതിയുടെ മുഖം ഇങ്ങനെ വാടി തന്നെ ഇരിക്കുക. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് നിന്നു. പോകാനായിട്ട് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. രേവതി ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. കാശൊക്കെ വേണം, ശരിയാ, എന്നാലും 2 ദിവസം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ രേവതി, നീ ഇങ്ങനെ എന്നെ പുറകോട്ട് വലിക്കല്ലേ. ഇപ്പം ഞാൻ പൈസേനെക്കുറിച്ച് ആലോചിക്കുന്നത് എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയാണോ നീ ഓരോന്ന് പറയുന്നത്? നീ എനിക്കൊരു ശല്യമാണെന്ന് ഞാൻ. അപ്പോൾ രേവതി ചോദിച്ചു, ഞാൻ നിങ്ങൾക്കൊരു ശല്യം ആയതുകൊണ്ടാണോന്ന്? നീ എനിക്കൊരു ശല്യമാണെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ മുമ്പ് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. അത് മുമ്പല്ലേ രേവതി, അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെയല്ലേ എന്ന് രേവതി ചോദിച്ചപ്പം ഇപ്പോഴും ശല്യം തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷേ അതെനിക്ക് ഇഷ്ടമുള്ളൊരു ശല്യമാണ് നമ്മുടെ സച്ചി അന്നേരം രേവതിയോട് പറയണു. അത് കേട്ടപ്പോൾ രേവതിക്ക് സന്തോഷമായിട്ടോ. രേവതി എന്നിട്ട് ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് ഹാപ്പിയായി. ഒരു ടൂറിന് പോകുന്നത് പോലെ ജോളി അടിച്ച് പോയി എനിക്ക് തിരിച്ചു വരാമല്ലോ. മുമ്പൊക്കെ ദൂരേക്ക് ട്രിപ്പ് കിട്ടിയാൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ഇപ്പം എന്താ അത്രയ്ക്ക് സന്തോഷമൊന്നും ഇല്ലേന്ന് ചോദിച്ചേ. അപ്പോൾ വലിയ സന്തോഷമൊന്നും ഇല്ല, എന്തോ പോലെ ഇരിക്കണേ എന്ന് പറഞ്ഞപ്പം എന്തേ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതെന്താണെന്ന് എനിക്കറിയില്ല, എന്തോ ഇവിടെ ഇട്ടിട്ട് പോകുന്നത് പോലെയാണെന്ന് പറയുമ്പോൾ അയ്യോ ഒന്നും വിട്ടുപോയിട്ടില്ല, എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയും. എൻ്റെ രേവതി, നിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നമ്മുടെ രേവതി എന്നിട്ട് അകത്തേക്ക് കയറി പോകുന്നു. അപ്പോൾ നിനക്ക് ഒന്നും നഷ്ടപ്പെടുന്ന പോലെ തോന്നലൊന്നുമില്ല. ഇപ്പോഴാണ് മനസ്സിലായത്, ചാർജർ എടുത്ത് വെച്ചില്ല, അതെടുത്ത് വെക്കട്ടെ. നിന്നെ ഞാൻ ഇങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് ആ ചാർജർ തട്ടിപ്പറിച്ചങ്ങ് വാങ്ങിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അവിടെ സച്ചി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇപ്പം എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടെ? ഞാൻ വേറെ എന്തെങ്കിലും എടുത്തു വയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ രേവതി ഇങ്ങനെ നിന്ന് ആലോചിക്കുക. അപ്പോൾ വിട്ടുപോയിട്ടുണ്ടെന്ന് സച്ചി. എന്താ വിട്ടുപോയത് പറയാൻ പറഞ്ഞു. അപ്പോൾ സച്ചി അത് പിന്നെ എന്താണെന്ന് ചോദിച്ചു. പിന്നെ അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ഇങ്ങനെ രേവതിക്ക് ഉമ്മ കൊടുക്കാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ 2 പേരും കൂടി ഇത് നിൽക്കുമ്പം നമ്മുടെ സച്ചി രേവതിക്ക് ഉമ്മ കൊടുക്കാതെ ഈ ചീപ്പ് എടുക്കാൻ വിട്ടുപോയെന്നും പറഞ്ഞുകൊണ്ട് ആ ചീപ്പ് അങ്ങോട്ടേക്ക് എടുത്തു. അപ്പോൾ രേവതി ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. ഞാൻ അതാ നിന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പോയി എടുത്ത് വെക്കാൻ നോക്കുമ്പോൾ രേവതി, അതെ നിങ്ങൾ എപ്പോഴാ ചീപ്പ് കൊണ്ട് മുടിയൊക്കെ ചീകാൻ തുടങ്ങിയത്? കൈ കൊണ്ട് മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ചീകിടാറില്ലേ പതിവ്? ഈ പരട്ടത്തലയ്ക്ക് എന്തിനാ ചീപ്പ് എന്ന് ചോദിച്ചപ്പോൾ പരട്ടത്തലയോ? ഇത് പരട്ടത്തല തന്നെയാണെന്ന് രേവതി. അപ്പം നിൻ്റേതാ പരട്ടത്തലയെന്ന് പറഞ്ഞ് തലക്കിട്ടൊരു തട്ടം വെച്ച് കൊടുത്തു. അങ്ങനെ 2 പേരും കൂടെ കുറച്ച് നേരം ചിരിയും കളിയൊക്കെ ആയിട്ട് നിന്നു. അതിനുശേഷം ഞാൻ പോവാണെന്ന് പറഞ്ഞ് സച്ചി ഇറങ്ങുമ്പോൾ അതെ കഴിച്ചിട്ട് പോയാൽ പോരെ, അതൊന്നും വേണ്ട, ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് പൊക്കോളാമെന്ന് പറഞ്ഞു. അതെ അച്ഛൻ ഉറങ്ങുവാണെന്ന് പറഞ്ഞു. ഉറങ്ങുവാണോ? എന്നാൽ പിന്നെ ഉണർത്തുന്നില്ല, ഞാൻ ട്രിപ്പ് പോയെന്ന് അച്ഛനോട് നീ പറഞ്ഞേക്കാൻ പറഞ്ഞു, ഞാൻ പിന്നെ അച്ഛനെ വിളിച്ചോളാം എന്നും പറഞ്ഞു. നമ്മുടെ സച്ചി പോകുന്നു. രേവതി യാത്രയാക്കാൻ ഇങ്ങനെ നിൽക്കുന്നു. രേവതിയുടെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നു. അപ്പോൾ സച്ചി എന്നിട്ട് ഇങ്ങനെ താടി പിടിച്ച് തല പൊക്കിയിട്ട് എന്താ ഒരു എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ. പിന്നെ നിങ്ങൾ വിട്ടുപോയതെല്ലാം എടുത്തല്ലോ, ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സച്ചി 2 ദിവസം നിന്നെ കാണാനും സംസാരിക്കാനൊന്നും കഴിയില്ലല്ലോ, അതാ എന്തോ പോലെ ഇരിക്കുന്നെന്ന് ഞാൻ പറഞ്ഞത്. അതുവാ ഞാനും പറഞ്ഞ് നിങ്ങളില്ലെങ്കിൽ എനിക്കും ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സാരമില്ല, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയോട് യാത്ര പറഞ്ഞു പോയി. അപ്പോൾ നീ എന്താ എൻ്റെ കൂടെ വരുവാണോ എന്ന് ചോദിച്ചു. ഞാനൊന്നും വരുന്നൊന്നുമില്ല, ഞാൻ നിങ്ങളെ യാത്രയാക്കാൻ വേണ്ടി നിന്നതാ. യാത്രയാക്കാനോ? നീ എന്തൊക്കെയാ പറയുന്ന രേവതി? രേവതി, ശരീരം നോക്കണം കേട്ടോ, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതിയോട് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ടാറ്റയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് പോയി. രേവതി സച്ചി പോയി മറയുന്നവരെ നോക്കി നിൽക്കുക. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീയും അതുപോലെ ദേവും കൂടെ സംസാരിക്കുവാണ്. അപ്പോൾ വർഷയുടെ അടുത്തേക്ക് പോയിട്ട് ദേവ് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ താങ്ക്സ് ദേവു, വർഷ വിളിച്ചിരുന്നു എന്നും എല്ലാം അവൾ പറഞ്ഞെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണോ കല്യാണം കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പം അല്ല, അവിടെയൊക്കെ വർഷയുടെ അച്ഛൻ്റെ പരിചയക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ എവിടെയാ? അപ്പോൾ ക്ഷേത്രത്തിൽ വെച്ച് നടത്താമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് ക്ഷേത്രമാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ പൂക്കടയുള്ള ക്ഷേത്രമില്ല, അവിടെ വെച്ചോ. അയ്യോ അവിടെ വെച്ചോ? അപ്പം നിന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാണെന്നൊന്നും കരുതരുത്. ആ ക്ഷേത്രത്തിലെ പൂജാരിയും അവിടെയുള്ളവരെയൊക്കെ നിനക്ക് അടുത്തറിയാമല്ലോ, അവരോട് പറഞ്ഞ് നീ ഒരുക്കങ്ങളൊക്കെ നടത്തണം, രഹസ്യമായിട്ട് നടത്തി തരണം. നീ പറഞ്ഞ് അവർ മറ്റാരോടും പറയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പാവം ദേവുവിനെ ശ്രീ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കുക. എന്തായാലും നിങ്ങളുടെ കല്യാണത്തിനുള്ള പൂമാലയെ അത് എൻ്റെ വകയാട്ടോ എന്ന് നമ്മുടെ ദേവു അന്നേരം പറഞ്ഞു. താങ്ക്സ് ദേവു, നിന്നെപ്പോലെ ഒരു ഫ്രണ്ട് ഉണ്ടായാലേ ഒന്നിനും പുറത്തു പോകേണ്ട ആവശ്യമില്ല, നീ പേടിക്കേണ്ട, ഇനി ഭയക്കേണ്ടത് ഞാനല്ലേ എന്ന് ദേവു പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന്, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ ദേവു അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ. ശ്രീ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്. കുറച്ച് സമാധാനവും കാര്യങ്ങളൊക്കെ ആയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന മഹിമയാണ്. മഹിമയും മധുസൂദനനും കൂടി ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക. അപ്പോൾ വർഷ മുറിയിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പം അല്ല ഞാൻ വിളിച്ചു, അവളിപ്പോൾ വരുമെന്നും പറഞ്ഞ് അന്നേരം മഹിമ പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വർഷ അങ്ങോട്ടേക്ക് വരുന്നു. വർഷ വന്നു ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ മോളൊന്ന് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ മോളെ പിടിച്ച് അവിടെ ഇവരുടെ കൂടെ ഇരുത്തി. അതിനുശേഷം അച്ഛൻ മോൾക്ക് വിളമ്പി കൊടുക്കുക കഴിക്കാനുള്ളതൊക്കെ. അങ്ങനെ മോൾ അടുത്തിരുന്ന് കഴിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ വർഷ നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം, എനിക്ക് കല്യാണത്തിന് പോകണം എന്ന് പറഞ്ഞപ്പോൾ നീ എവിടെയും പോവണ്ട എന്ന് മഹിമ. അമ്മേ അവൾ നേരിട്ട് വന്ന് ക്ഷണിച്ച് ചിലപ്പോൾ അവതരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവൾ നിൻ്റെ അനിയത്തിയൊന്നും അല്ലല്ലോ, ക്ലോസ് ഫ്രണ്ടും അല്ല, പണ്ടെപ്പോഴോ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചത്. അവളുടെ കല്യാണത്തിന് നീ എന്തിനു പോകണം? വിഷ് ചെയ്ത് ഒരു മെസ്സേജ് അയച്ചാൽ മതി, എഴുത്തിനിടയിൽ വല്ല പച്ചയൊക്കെ ഇട്ട് ആശംസകളങ്ങ് അയക്കാൻ പറഞ്ഞു. അമ്മേ വല്ല ബജിയൊക്കെ ഇട്ടേക്കാൻ പറഞ്ഞു. ബജിയോ? എൻ്റെ അമ്മ ബജിയല്ലേ ഇമോജി. അതെ അത് തന്നെ, നീ പോകുമൊന്നും വേണ്ട, അങ്ങനെ എന്തെങ്കിലും അയച്ചാൽ മതി എന്ന് പറഞ്ഞു. ദേഷ്യപ്പെട്ട് നമ്മുടെ വർഷം ഇങ്ങനെ ഇരിക്കും. അപ്പം വീട്ടില്ലെന്ന് ഉറപ്പായി. ഈ സമയം അമ്മ അവളെൻ്റെ ക്ലോസ് ഫ്രണ്ട് തന്നെയാണ്, വീട്ടിൽ വന്ന് ക്ഷണിച്ചിട്ട് പോകാതിരിക്കുന്നത് മോശമല്ലേ അച്ഛാ? അപ്പം മുമ്പായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിട്ടേനെ. ഇപ്പോൾ കുറച്ച് കാലമായി നിൻ്റെ ആക്ടിവിറ്റീസ് ഒന്നും ശരിയല്ല, ആരോട് ഇടപഴകണം, എങ്ങനെ ഇടപഴകണം ഒന്നും നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു. നിൻ്റെ കല്യാണം ഫിക്സ് ചെയ്തു, നീ ഇനി എങ്ങും പോവണ്ട, വേറൊന്നും ആലോചിക്കുകയും വേണ്ട എന്ന് പറയുന്നത് കേട്ടപ്പോൾ അച്ഛാ ഞാൻ വേറെ എങ്ങോട്ടും പോവില്ല, കല്യാണത്തിന് പങ്കെടുത്ത ശേഷം ഇങ്ങോട്ട് തന്നെ വരും അച്ഛാ. അയ്യോ എന്തൊരു പാവം, നേരെ ഇങ്ങോട്ട് തന്നെ വരുമെന്ന്. നീ പറഞ്ഞ ഉടനെ ഞങ്ങളതങ്ങ് വിശ്വസിക്കുമെന്ന് നീ കരുതിയോ എന്ന് മഹിമ ചോദിക്കുക. നിന്നെപ്പറ്റിയേ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം മോളെ, ഇനി നീ ഈ വീട് വിട്ട് പുറത്തു പോകുന്നെങ്കിലേ അത് നിന്റെ കല്യാണ ദിവസമായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് മഹിമ. അതിനു മുൻപ് നിന്നെ ഞങ്ങൾ എങ്ങും വിടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ വർഷയാകെ ധർമ്മസങ്കടത്തിലായി. ഇവർ ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛാ പ്ലീസ് എന്നെ വിശ്വസിക്കുക അച്ഛാ, ജയിലിൽ കഴിയുന്നത് പോലെ ഇവിടെ കഴിയാൻ ഞാനെന്താ കുറ്റവാളിയാണോ? എനിക്ക് കുറച്ച് ഫ്രീഡം തരാൻ പറഞ്ഞു. അപ്പം നിനക്ക് ഫ്രീഡം തന്നതിൻ്റെ ഫലമാണ് ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. മോള് അമ്മ പറയുന്ന അനുസരിക്ക്, കല്യാണത്തിനൊന്നും പോവണ്ട, ഇനി പോയേ എന്ന് മാത്രമാണെങ്കിൽ ഞങ്ങളും നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷ എന്താ വരട്ടെ, അപ്പോൾ എനിക്ക് തനിയെ പോകാൻ അറിയാം, ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ നിങ്ങളും കൂടെ വരാനെന്ന് വർഷ. അപ്പോൾ കൊച്ചുകുട്ടിയൊന്നും അല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞത്, കല്യാണപ്രായം എത്തിയ കല്യാണം ഉറപ്പിച്ച പെണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് വർഷയെ ഒച്ച വയ്ക്കുക. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഇരിക്കുന്നു. മോള് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ എനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് വർഷ തുള്ളിച്ചാടി അങ്ങ് പോയി. വർഷം മോളെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അച്ഛൻ, എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ അവിടുന്ന് എഴുന്നേറ്റ് പോയി. വർഷം അങ്ങ് പോയി കഴിയുമ്പോൾ മധുസൂദൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക എന്നാ ചെയ്യേണ്ടതെന്ന്. അപ്പോഴേക്കും നമ്മുടെ വർഷ മുറിയിലേക്ക് ചെന്നു. മുറിയിൽ ചെന്നിട്ട് വാതിലും അടച്ച് ഇങ്ങനെ അവിടെ ചെന്നിരുന്ന് ആലോചിക്കുക, വിഷമിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത്. ഒരു സമാധാനവും കിട്ടുന്നില്ല, എങ്ങനെ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ വർഷ ഫോൺ എടുത്ത് റോഷനെ വിളിച്ചു. അപ്പോൾ റോഷനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ റോഷൻ ഫോൺ എടുക്കുവാണ്. അപ്പോൾ അറ്റ കൈ പ്രയോഗമാണ് നമ്മുടെ വർഷ നടത്തുന്നത്. എന്തായാലും വർഷയുടെ കോള് കണ്ട് റോഷൻ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.